ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിനകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എങ്ങനെയാണ്, അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയെക്കുറിച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്വയം തിരഞ്ഞെടുത്ത ഒരു സംഭവമാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു ഫൂളിഷ്നെസ് കൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ആ ഒരു തടസ്സമായിട്ട് വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് പറ്റിയൊരു അബദ്ധമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടുണ്ടായതോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ സ്വയം ഇവരായിട്ട് തന്നെ എടുത്ത് തലയിൽ വെച്ചൊരു സംഭവമോ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇതിനകത്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കാം വേണമെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തത്. അതായത് നമ്മൾ ചില സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്ന് പറയുന്നത് നമ്മളുടെ മൊത്തം ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ ഒരുപാട് നാളുകൾ കഴിഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വഴിമുട്ടി നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുമ്പോഴായിരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നമ്മളുടെ ഡിസിഷൻ ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എക്സാംസ് ഒക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് എഴുതാനുള്ള ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ചില വഴിത്തിരിവുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നൊരു സംഭവം എന്ന് പറയുന്നത് അത് വല്ലപ്പോഴും മാത്രം ഉണ്ടാവുന്നൊരു കാര്യമാണ്. അതിനകത്ത് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്താഗതിയെല്ലാം പലർക്കും ഉണ്ടാകുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഒരു എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു വ്യക്തി പെട്ടുപോകാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അവർ തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആരാണെന്നുണ്ടെങ്കിലും അവർ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ വലയത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ബന്ധമാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചില സമയത്ത് സ്നേഹവും ഒരു ആയുധമായിട്ട് ചിലർ ഉപയോഗിക്കാറുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ആളെ അവിടെ കെട്ടിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതെല്ലാം സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതാണ്, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു ലേബലിൽ ഈ ഒരു പേഴ്സൺ എന്താണോ വേണ്ടത് അതെല്ലാം അവിടെ അടിച്ചിറക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി അത്രമേൽ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ പെരുമാറുന്നത് എന്നുള്ള ഒരു രീതിയെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുക. അതായത് സ്നേഹത്തിൻ്റെ വഴിയിലൂടെയാണ് പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു വഴിയായിരിക്കും കൂടുതലും ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് വളരെയധികം സീക്രറ്റ്സ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തികളാണെന്നുണ്ടെങ്കിലും അത്രയും ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് നടത്തുന്നതായിരിക്കും. അതായത് പെട്ടെന്ന് എന്താണോ മനസ്സിനകത്ത് ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവർക്ക് വിസിബിൾ ആവണമെന്നില്ല, അല്ലെങ്കിൽ മനസ്സിനകത്തൊന്ന് പുറമെ പ്രകടിപ്പിക്കുന്നത് മറ്റൊന്നെന്ന് പറയുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ സൽപ്പേര് മേടിച്ചെടുക്കാനും അല്ലെന്നുണ്ടെങ്കിൽ നല്ലത് പറയിപ്പിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ അത് പുറമേ കാണുന്ന ഒരു ഇമേജ് മാത്രമായിരിക്കും, ജെനുവിൻലി ആ ഒരു പേഴ്സൺ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അവിടെ ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഒരു രഹസ്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നിഗൂഢതകളുള്ള ഒരു പേഴ്സണെ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ സ്നേഹത്തിൻ്റെ രീതി സ്വീകരിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭീഷണിയുടെ രീതി ആയിക്കോട്ടെ, ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ സ്വന്തം കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഏത് മാർഗം ഉപയോഗിച്ച് നിർത്തിക്കഴിഞ്ഞാലും അത് ആ ഒരു പേഴ്സൻ്റെ ഫ്രീഡം നിഷേധിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഏത് രീതിയാണ് അല്ലെങ്കിൽ സമീപനം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി അതിനകത്ത് പിടിച്ചു നിർത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തം ചോയ്സസ് എടുക്കാനുള്ള ഒരു അവസരം നിഷേധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പേഴ്സണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തരം ശ്വാസം മുട്ടലാണ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജിയുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് തിരഞ്ഞെടുത്ത ഒരു സിറ്റുവേഷനാണിത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുള്ളതും ഈ ഒരു പേഴ്സൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം അവരെ ഇതിനകത്ത് തുടരാനായിട്ട് മാനസികമായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണോ അവർക്ക് നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ഫോക്കസ് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തിയെ തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സ്നേഹത്തിൻ്റെ രീതിയിലാണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവരോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു സാമീപ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ വളരെയധികം കമ്മിറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഏതെങ്കിലും ഒരു സാഹചര്യം വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ തന്നെ ഫോക്കസ് ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം വേറെ പല കാര്യത്തിലേക്കും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി വേറെ പല കാര്യങ്ങളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തടസ്സമായിട്ട് നിന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന ഒരു ബന്ധമോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ഏതെങ്കിലും പുതിയ വ്യക്തികൾ കടന്നു വരികയോ അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇതുപോലെ ഒരു റിലേഷൻഷിപ്പായിട്ട് നിൽക്കുന്നവർക്ക് ആ ഒരു തരത്തിലേക്ക് ഉള്ള ഫോക്കസ് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റേതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടേതായിട്ടുള്ള ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാവുന്ന മറ്റേതെങ്കിലും പ്രശ്നത്തിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു ഫോക്കസ് അതിലേക്ക് കൊടുത്തു പോകേണ്ടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു പഴയ എനർജിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്കിപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ടായിരിക്കാം അവരിൽ ഇങ്ങനെയുള്ളൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ തന്നെയായിരിക്കാം. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ഒരു സ്നേഹം കാണിച്ചല്ലെങ്കിൽ ആ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചിൽ നിങ്ങളുടെ പേഴ്സൺ അതിനകത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ പർപ്പസ്ഫുള്ളി നിങ്ങളുടെ വ്യക്തിയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല, അവരുടെ ഒരു ശ്രദ്ധ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്കും ഈ ഒരു പേഴ്സൺ ഡിസ്ട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇവരൊരുമിച്ച് ഒരു റീകൺസിലേഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. അതേസമയം തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും അതുപോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ഉള്ള ഒരു കോൺസെൻട്രേഷൻ ആ ഒരു പേഴ്സണ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് അവർക്ക് കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കൊന്ന് റിലീസായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെയൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും അതിനകത്ത് പലർക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. എല്ലാവർക്കും അത് കൺഫ്യൂഷൻ ആവണമെന്നില്ല, ചിലരെ സംബന്ധിച്ചതൊരു ഭയം തന്നെയാണ്. അങ്ങനെയുള്ളൊരു വഴിയിലൂടെയൊക്കെ പോകുന്ന വ്യക്തികൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു എഫക്റ്റിനൊരു ടൈം പീരീഡ് ഉണ്ടെങ്കിൽ വീണ്ടും അവർക്ക് അത് പോയി ചെയ്തുകൂടെ, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി അവരത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ അത് ബുദ്ധിമുട്ടിക്കുമല്ലോ എന്നൊക്കെയുള്ളൊരു ടെൻഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണുന്ന ഒരു എനർജി വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകണോ അവസാനിപ്പിക്കണോ എന്നുള്ള ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടലുണ്ട്. അതൊരിക്കലും മനുഷ്യൻ്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ളൊരു എനർജി തന്നെയാണ് വിസിബിളായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് നിന്നിരുന്നതെങ്കിൽ അവരിപ്പോൾ അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആയിട്ട് മാറി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം യൂണിവേഴ്സായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി എനർജിയും അതുപോലെ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വഴക്കുകളോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സോ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ പേഴ്സണോടൊപ്പം ഉണ്ട്.
പക്ഷേ എങ്കിൽ കൂടിയും മാനസികമായിട്ട് നിങ്ങളുടെ വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് ഒരു നമുക്കിവിടെ കാണാം ആ ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജി പോലെ തന്നെ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അതിനകത്ത് തുടർന്നുകൊണ്ട് പോകാൻ എന്നുള്ളതാണ്. അതായത് നേരത്തെ ഇവരുടെ ഒരു എനർജീസ് തമ്മിൽ എന്തെങ്കിലും ഒരു കെമിസ്ട്രിയോ ബോണ്ടിങ്ങോ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു കണക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെയും ഒരു ഫോക്കസ് ഇതിൽ നിന്ന് പതിയെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ മനസ്സിനകത്ത് സീക്രറ്റ്സ് സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു റിയൽ എനർജി അല്ല അവർ പുറമേ കാണിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ടുപേരും അവരുടേതായിട്ടുള്ള എനർജീസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ മടുത്തു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ മടുത്തു തുടങ്ങിയിരിക്കുന്നു, ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് അവരോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഫോക്കസ് ഇതിൽ നിന്ന് പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വേറെ പല കാര്യത്തിലും ഡിസ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് ഈ ഒരു പേഴ്സണെ അറിയിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ആ ഒരു രീതിയിൽ അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും മാനസികമായിട്ട് രണ്ടുപേരും രണ്ട് വഴിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് തലപുണ്ണാക്കേണ്ടത് ആവശ്യമോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടെന്ന കാര്യമോ ഇല്ല. ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രം തുടർന്നുകൊണ്ട് പോകുന്ന ആവശ്യമേ ഉള്ളൂ. കാരണം ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടത് ആ ഒരു തേർഡ് പാർട്ടി എനർജിയാണ്. അതിൻ്റെ ഒരു ശക്തി കുറയാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നിലവിൽ ഈ ഒരു എനർജി പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളോടുള്ള ഇവരുടെ ഒരു ഓവറോൾ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ കൂടുതൽ പേരും ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നോ കോണ്ടാക്റ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം കൂടുതൽ വ്യക്തികൾക്കും ആപ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ മാനസികമായിട്ട് അവരുടെ മനസ്സിലിരുന്നുള്ള ഒരു ഫോഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വരാനാണ്, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നിങ്ങളോടൊന്ന് ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കാനാണ് ആ ഒരു വ്യക്തിക്ക് മാനസികമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ആയിട്ട് മാറി നിന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളിലേക്കുള്ളൊരു വഴിയാണ് അവർക്കിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ഒരു ചോയ്സോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് വന്ന് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമോ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് മുറിപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം അതവരുടെ ഒരു ചോയ്സോ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം തന്നിട്ട് കടന്നു പോകുന്ന ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന എല്ലാ മുറിവുകളും, അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് ഹീലാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീകൺസിലിയേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്ന് തന്നെ പറയാം. അങ്ങനെ നിങ്ങളിലേക്ക് വരാനാണ് അവരുടെ ഒരു മനസ്സ് അവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നോ കോൺടാക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിൽ നിൽക്കുന്നൊരവസ്ഥയോ, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്യുന്നൊരവസരത്തിൽ അവർ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു ടൈം പീരീഡൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഓപ്പൺ അപ്പായിട്ട് പല കാര്യങ്ങളും പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പ്രോഗ്രസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. കാരണം ആഫ്റ്റർ ഓൾ അവിടെ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊപ്പം ഉണ്ടാവുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ആയിക്കോട്ടെ, നിങ്ങളോട് ഉണ്ടാവുന്ന ഓവറോൾ എനർജി ആയിക്കോട്ടെ, ഇത് രണ്ടിനകത്തും നമുക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് വീണ്ടും നിങ്ങളെ ഒരു റീയൂണിയനിലേക്ക് വരേണ്ടുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലും നിങ്ങൾ തമ്മിൽ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ഈ ഒരു ടൈം പീരീഡിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം തേർഡ് പാർട്ടി ആയിട്ട് തന്നെ മറ്റു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തിലേക്കുള്ള അവരുടെ ഒരു ഫോക്കസ് നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. ആ ഒരു എനർജി ഇനി അങ്ങോട്ട് കുറയുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ക്ലെയിം ചെയ്യുക, ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.